സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ മാധ്യമങ്ങളെ കാണുകയാണ്. ജാനകിക്ക് വേണ്ടി അപ്പിയർ ചെയ്യുന്നത് ഈ സിനിമയിൽ, മനസ്സിലായോ? അല്ല, നമ്മളെക്കാളൊക്കെ ഇടപെടൽ നടത്താൻ കഴിയുന്ന ആളാണ് എന്ന് പറഞ്ഞ ഭരണതലത്തിലാണ്. ഞാൻ നിങ്ങളോട് ഇപ്പോഴും പറയുന്നു, ഇതൊരു ഗവൺമെന്റൽ ഡിസിഷനോ ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ ഡിസിഷനോ ആണോ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് യാതൊരു വ്യക്തതയുമില്ല. കാര്യം അദ്ദേഹം എന്നോട് പറഞ്ഞത് ഈ ഡിസിഷൻ വന്നപ്പോൾ തന്നെ ഞാൻ അത് ഇടപെട്ട് സംസാരിച്ചു എന്നാണ് പറഞ്ഞത്. അദ്ദേഹം സംസാരിച്ചത് ആരോടാണെന്നൊന്നും ഞാൻ ചോദിച്ചില്ല. അപ്പോൾ ആ സംസാരത്തിന് എന്തെങ്കിലും ഫലമുണ്ടോ എന്നുള്ളത് നാളെ വരെ നമുക്ക് കാത്തിരിക്കാം. ഇന്നിപ്പോൾ ഓഫീസില്ലല്ലോ. നാളെ എന്തായാലും ഈ പ്രവീണിനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഷോക്കോസ് വരട്ടെ, ഷോക്കോസ് വന്നിട്ട് എന്താണ് അവരതിൽ കാരണം പറയുന്നത് നോക്കട്ടെ. പക്ഷേ നമ്മളെ ഞെട്ടിക്കുന്നത് ഇതിന് ഒരു പ്രസിഡൻസ് ഉണ്ടെന്നുള്ളതാണ്. പത്മകുമാറിൻ്റെ സിനിമ നിങ്ങൾ അദ്ദേഹത്തെ കാണണം. തിരുവനന്തപുരത്തുള്ള ആളല്ലേ അദ്ദേഹം ഫിലിം മേക്കറാണ്. അദ്ദേഹം എന്നിട്ട് ജയന്തി എന്ന് മാറ്റിയിട്ടാണ് ആ സിനിമയ്ക്ക് സർട്ടിഫിക്കേഷൻ കൊടുത്തിരിക്കുന്നത്. അതല്ലെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന പങ്കാളിയുടെ പേര്, അല്ല പങ്കാളിയല്ല, സുഹൃത്താണെന്ന് തോന്നുന്നു, എബ്രഹാം എന്നുള്ളത് മാറ്റാനാണ് പറയുന്നത്. അല്ല, രാവണപ്രഭുവിലും ജാനകിയാണ് നായിക. അപ്പം ഞാൻ പറയുന്നത് എൻ്റെ പേര് നിരോധിക്കുമോ എന്നാണ് എൻ്റെ പേടി. ഇപ്പം നിങ്ങൾ ചോദിക്കുക രാവണപ്രഭു നിരോധിക്കുമോ എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇത് നമ്മളുടെ ഒരു പേര് എന്ന് പറയുന്നത് നമ്മളുടെ സ്വത്വബോധവും നമ്മുടെ കർത്തൃത്വമായിട്ട് ഒരു ബന്ധവുമില്ല. ഉണ്ണികൃഷ്ണൻ്റെ പേര് എൻ്റെ അമ്മ ഇട്ട പേരാ ഉണ്ണികൃഷ്ണൻ പേര്. അപ്പോൾ ഞാൻ എന്ന് പറയുന്ന ഒരു കർത്തൃത്വത്തിന് ആ പേരുമായിട്ട് എന്താ ബന്ധമുള്ളത്? നിങ്ങൾ ഉണ്ണികൃഷ്ണൻ എന്ന് വിളിക്കുമ്പോൾ ഞാൻ വിളി കേൾക്കുന്നു എന്നല്ലാതെ മറ്റു തരത്തിലുള്ള റെഫറൻസുകൾ അതിനകത്തില്ലല്ലോ. നിങ്ങൾക്കൊക്കെ ഉള്ള പേരുകളെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇത്തരം യുക്തിയെങ്കിലും ഇവരാലോചിക്കണ്ടേ? അല്ലെങ്കിൽ അവർ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്കിടാവുന്ന പേരുകൾ എന്ന് പറഞ്ഞ് പേരുകൾ തരട്ടെ, നമ്മൾ അതിനനുസരിച്ച് ചെയ്യാം. ഇല്ല, അദ്ദേഹത്തിനും അറിയില്ല. ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ ഒരു കമ്മിറ്റി കാണുന്നു, ഇതിന്റെ പ്രൊസീജിയർ അറിയാമല്ലോ. ഇവിടുത്തെ ഒരു കമ്മിറ്റി കാണുന്നു. കമ്മിറ്റിക്ക് അതിനകത്ത് മറ്റ് അഭിപ്രായ വ്യത്യാസമില്ലെങ്കിൽ അവരത് മുംബൈയിലേക്ക് അയക്കും. ചെയർമാൻ ആണല്ലോ, ചെയർമാനും സിഇഒയും കൂടി നോക്കിയിട്ടാണല്ലോ അത് ഓൺലൈനിൽ അതിൻ്റെ ഒരു സർട്ടിഫിക്കേഷൻ വരുന്നത്. അതൊക്കെ ഈ അടുത്ത കാലത്ത് വന്ന രീതികളാണ്. അവിടെ നിന്നാണ് ഒബ്ജക്ഷൻ വന്നിരിക്കുന്നത്. അവിടുന്ന് തന്നെയാണ് പത്മകുമാറിൻ്റെ സിനിമയ്ക്കും ഒബ്ജക്ഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അല്ല, മുമ്പും ഒരുപാട് ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്കും അറിയാം. ഇപ്പം കഥകളി എന്ന് പറഞ്ഞ ഒരു സിനിമയ്ക്ക് ഇങ്ങനെ ഇത്ര ഒരു പ്രശ്നം നേരിട്ടപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അവിടെ പോയി സർട്ടിഫിക്കറ്റ് റീജിയണൽ ഓഫീസ് ഉപരോധിച്ചതാണ്. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. നമ്മളെല്ലാവരും കൂടി പോയി ചെയ്തത്. എന്താണ് പറയുന്നത്? അദ്ദേഹം എത്ര നാള് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതാണ്. അദ്ദേഹം അതിനകത്ത് സുരേഷ് ഗോപിയെ പോലെ ജനപ്രീതിയുള്ള താരമൂല്യമുള്ളൊരു നടനുണ്ടെന്ന് വയ്ക്കാം. അപ്പോൾ ഈ പത്മകുമാറിൻ്റെ കാര്യം നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇറ്റ് വാസ് എൻ ഇൻഡിപെൻഡൻറ്റ് ഫിലിം. അദ്ദേഹത്തിന് നേരിട്ട മാനസിക വിഷമം അദ്ദേഹത്തോട് ഞാനിപ്പോൾ സംസാരിച്ചു. വളരെ വളരെ കഷ്ടമാണ് എന്നാണ് എനിക്ക് പറയുന്നത്. ഇതിനകത്ത് യുക്തിയില്ല. നിങ്ങൾക്കൊരു പ്രത്യേക സിറ്റുവേഷനോ ഒരു കമ്മ്യൂണൽ ഹാർമണിയെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനുണ്ട്, അല്ലെങ്കിൽ പൊളിറ്റിക്കലി വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു ഡയറക്റ്റ് റെഫറൻസ് കിടപ്പുണ്ട്. ഇത് പോയിൻ്റ് ഔട്ട് ചെയ്താൽ ഒരു ചർച്ചയ്ക്കെങ്കിലും നമുക്ക് സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ ഒന്നുമില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് മാധ്യമ സമൂഹത്തിൻ്റെ പിന്തുണയും ഞങ്ങൾക്ക് വേണം. ഇന്ന് എന്നോടൊരു പത്രപ്രവർത്തകൻ ചൂണ്ടിക്കാണിച്ചതുപോലെ നാളെ ഒരു ക്രൈം നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ വരുമ്പോൾ അതിൽ ഇൻവോൾവായി ചെയ്തിരിക്കുന്നവർക്ക് ദൈവനാമമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇനി ഞാൻ പറയാം, ഇവരുടെ യുക്തി ഒന്നുകൂടി നിങ്ങളൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കൂ. ഇങ്ങനെ പേരുകളുള്ള സ്ത്രീകൾ ഒരു തരത്തിലുള്ള അതിക്രമത്തിനും വിധേയമാകരുത് എന്ന് പറഞ്ഞൊരു സർക്കാർ ഉത്തരവ് നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റും. അത് ഉറപ്പാക്കാൻ പറ്റുമോ? അത് ഉറപ്പാക്കാൻ പറ്റില്ലല്ലോ. അപ്പം കല എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കഥാപാത്രം, കഥ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു എഴുത്തുകാരൻ്റെയും ഒരു സംവിധായകൻ്റെയും സ്വാതന്ത്ര്യത്തിൽപ്പെടുന്നതാണ്. അപ്പോൾ അതിൽ നെയിമിങ് ഓഫ് ദ ക്യാരക്ടർ എന്ന് പറയുന്നതും അവരുടെ സ്വാതന്ത്ര്യത്തിൽപ്പെടുന്നൊരു സംഗതിയാണ്. ആ നെയിമിങ്ങിന് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളുണ്ടോ, അതിനൊരു കമ്മ്യൂണൽ ഹാർമണിയെ അത് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടോ എന്നെല്ലാം നോക്കി നമ്മളോടൊരു ഒബ്ജക്ഷൻ പറഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. പക്ഷേ ഈ പേര് പാടില്ല,
നിങ്ങൾ വേറെ ഏത് പേര് വേണമെങ്കിലും ഇട്ടുള്ളൂ. ഇതിപ്പോൾ അടുത്ത ഫെഫ്കയുടെ നടപടികൾ എങ്ങനെയായിരിക്കും ഇതുമായി? അല്ല, ഒന്ന് ആലോചിക്കട്ടെ. നാളെ ഒന്ന് ഷോക്ക് ഹൗസ് വരട്ടെ. ഷോക്ക് ഹൗസ് വന്നിട്ട് കോടതിയെ നമ്മൾ സമീപിക്കും. അതിൽ ഞങ്ങൾ കക്ഷി ചേരണോ എന്നുള്ളതൊക്കെ ഞങ്ങൾ ആലോചിക്കും. പ്രായോഗികമല്ലാത്തൊരു നടപടിയല്ലേ വന്നിരിക്കുന്നത്? പേരും കഥാപാത്രത്തിന്റെ പേരൊക്കെ മാറ്റി ഇനി ഒരു സിനിമ ഇറക്കാൻ സാധിക്കും? സംശയമുണ്ടോ? നിങ്ങൾ തന്നെ ആലോചിക്കും. ഞാൻ നിങ്ങളോടാണ് ചോദിക്കുന്നത്. നിങ്ങൾ തന്നെ ആലോചിക്കും. നിങ്ങൾ സിനിമ കാണുന്നവരുമാണ്, മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവരുമാണ്. ഇത് സുരേഷ് ഗോപി എങ്ങോട്ടാണ്? ചിത്രം ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയിലെ ജാനകി എന്ന പേര് മാറ്റണമെന്ന സെൻസർ ബോർഡ് തീരുമാനത്തിനെതിരെയാണ് ഇപ്പോൾ ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ പ്രതികരിക്കുന്നത്. എന്തായാലും ഇന്ന് അവധി ആയതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഓഫീസിൽ ഷോക്കോസ് നോട്ടീസ് ലഭിച്ചിട്ടില്ല. അത് സംബന്ധിച്ച് പരിശോധിച്ചതിന് ശേഷം കോടതി നടപടികളിലേക്ക് കൂടി പോകാൻ തീരുമാനിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്.